വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പ്രഥമ ഉത്തരവാദിത്വം വനം വകുപ്പിന് തന്നെയാണെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ. ഫെൻസിംഗ് മറികടന്നാണ് ആതിരപ്പള്ളിയിൽ ആക്രമണം നടന്നത്. തിങ്കളാഴ്ച ചാലക്കുടിയിൽ യോഗം ചേരും. വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മരിച്ചവരുടെ രേഖകൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ തയ്യാറാക്കണം. സർക്കാരിന്റെ കയ്യിൽ ഒറ്റമൂലിയില്ലെന്നും മന്ത്രി പറഞ്ഞു. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പ്രഥമ ഉത്തരവാദിത്തം വനം വകുപ്പിന് തന്നെയാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ഫെൻസിംഗ് മറികടന്നാണ് ആതിരപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. തിങ്കളാഴ്ച ചാലക്കുടിയിൽ യോഗം ചേരും. വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി കൊല്ലത്ത് പറഞ്ഞു. മരിച്ചവരുടെ രേഖകൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ തയ്യാറാക്കണം. സർക്കാരിന്റെ കയ്യിൽ ഒറ്റമൂലിയില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ഒരാഴ്ചക്കിടയിൽ മൂന്നാമത്തെ മരണമാണ് സംഭവിച്ചത്. അതിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് എന്നെ അടക്കം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതാണ്. ഇതിന് ഒരു സംഘടിതമായ പരിശ്രമം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായെങ്കിൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാകൂ. സ്വാഭാവികമായി വന്യമൃഗങ്ങളുടെ അറ്റാക്ക് വരുമ്പോൾ പ്രഥമ ഉത്തരവാദിത്വം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. പക്ഷേ ഇതിനൊരു ലോങ് ടേം സ്ട്രാറ്റജി തന്നെയാണ് ഇപ്പോൾ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഫണ്ട്സ് പര്യാപ്തമാകണം. ഇനിയും പരീക്ഷണങ്ങൾക്ക് സമയമില്ല. ഫുൾ പ്രൂഫായി നമ്മൾ ചെയ്യുന്ന അത് ഫുൾ പ്രൂഫ് ആയിരിക്കണം. ഞാൻ പറയാൻ കാരണം ഇന്ന് വെളുപ്പിന് സംഭവിച്ച മരണത്തിൽ അവിടെ ഫെൻസിങ് ഉള്ളതാണ്. അവിടെ ഫെൻസിങ്ങിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു. അത് പൂർത്തീകരിച്ചിട്ടില്ല. അങ്ങനെ ചില വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് തിങ്കളാഴ്ച രാവിലെ അവിടെ ചെന്ന് ഒരു അവലോകന റിപ്പോർട്ടും എടുത്തതിന് ശേഷം കൂടുതൽ വ്യക്തത വരുത്താം. വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 6 മാസത്തെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ സംഘടിതമായ ശ്രമം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.